നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശ്രീലങ്കയെ അവരുടെ മണ്ണിലിട്ട് തീർത്തിരിക്കുകയാണ് ഇംഗ്ലണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്ക സാധാരണ ഉപയോഗിക്കാറുള്ള മരുന്ന് അവർക്ക് തിരിച്ചു കൊടുത്തു. അതിലവർ വീണു എന്ന് പറയണം. 51 റൺസിനാണ് സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ തകർത്തിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 146 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 16.4 ഓവറുകളിൽ 95 റൺസിന് ശ്രീലങ്ക ഓൾ ഔട്ടായി. ഇംഗ്ലണ്ടിൻ്റെ സ്ലോ ബൗളർമാർ വിൽ ജാക്സന് 3 വിക്കറ്റ്, ആദിൽ റഷീദിന് 2 വിക്കറ്റ്, ലിയാൻ ഡോസിന് 2 വിക്കറ്റ്, ഇങ്ങനെ അവരെ തകർത്ത് കളയുകയായിരുന്നു. ഇംഗ്ലണ്ട് 146 എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഫിൽ സാൾട്ടിൻ്റെ കിടിലൻ ഇന്നിങ്സാണ്. മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കവേ അദ്ദേഹം തൻ്റെ പ്രകടനം മുന്നോട്ട് കൊണ്ടുപോയി. അർദ്ധ സെഞ്ചുറി നേടി. 40 പന്തുകൾ നേരിട്ട് 6 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം 62 റൺസ് അടിച്ചു. സഹ ഓപ്പണർ ജോസ് ബട്ട്ലർ 7 റൺസിനും വൺ ഡൗൺ ആയിട്ട് വന്ന ജേക്കബ് ബത്തൽ 3 റൺസിനും ടോം ബാൻഡൻ 6 റൺസിനും ഹാരി ബ്രൂക്ക് 14 റൺസിനും സാം കറൻ 11 റൺസിനും ഒക്കെ മടങ്ങിപ്പോയി. സമയം വിൽ ജാക്സ് 14 പന്തിൽ നേരിട്ട് 21 റൺസിൻ്റെ മോശമില്ലാത്തൊരു കോൺട്രിബ്യൂഷൻ നടത്തി. ജെയ്മി ഓവേർട്ടൺ 10 പന്തിൽ നിന്ന് 10 റൺസ് അടിച്ചപ്പോൾ ഡോസൻ 11 പന്തിൽ നിന്ന് 6 റൺസാണ് അടിച്ചത്. ശ്രീലങ്കയ്ക്ക് വേണ്ടി വെള്ളാലകെ 4 ഓവർ 26 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ തീക്ഷണ 4 ഓവർ 21 റൺസിന് 2 വിക്കറ്റും മധുഷാങ്ക 4 ഓവർ 25 റൺസിന് 2 വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്കയ്ക്ക് തുടക്കം മുതൽ പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പത്തും നിസാങ് 9 റൺസ്, മിഷാര 6 റൺസ്, മെൻഡിസ് 4 റൺസ്, രത്നായകെ ഡക്കായിട്ട് പോയി വെള്ളാലകെ 10 റൺസിന് മടങ്ങി. കാമിൻഡു മെൻഡിസ് 13 റൺസ്. ഷനാക്കയാണ് ഒരു ശ്രമം നടത്തിയത്. അദ്ദേഹം 24 പന്തിൽ 30 റൺസ് അടിച്ചെങ്കിലും മറുഭാഗത്ത് കൂട്ടുനിൽക്കാൻ ആളുണ്ടായില്ല. ഹേമന്ത് 5 റൺസ്, ചമീർ 6 റൺസ്, മധുഷാങ്ക് ഡക്ക് ഇങ്ങനെ പോയി. തീക്ഷണ 10 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. ഏതായാലും ഇംഗ്ലണ്ട് തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.